1956 സൂയസ് കനാൽ ദേശസാൽക്കരണം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് എങ്ങനെയാണോ അന്ത്യം കുറിച്ചത്, സമാനമായ ഒരു തകർച്ചയിലേക്ക് അമേരിക്കൻ ആധിപത്യവും നീങ്ങുകയാണോ? സൂയസ് കനാൽ ദേശസാൽക്കരിക്കുക എന്ന ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഗമാൽ അബ്ദുൽ നാസറിന്റെ തീരുമാനം കേവലം ഒരു സാമ്പത്തിക നീക്കം മാത്രമായിരുന്നില്ല. ഈജിപ്തിന്റെ പരമാധികാരം ലോകത്തിന് മുന്നിൽ ഉറക്കെ പ്രഖ്യാപിക്കൽ കൂടിയായിരുന്നു. അമേരിക്കയുടെ പിൻവാങ്ങൽ പശ്ചിമേഷ്യയിലെ അധികാര സന്തുലിതാവസ്ഥയെ മാറ്റിമറിക്കും. അമേരിക്കൻ പിന്തുണ ദുർബലമാകുന്നതോടെ ഇസ്രയേലിന്റെ സൈനിക മേധാവിത്വവും ചോദ്യം ചെയ്യപ്പെടും. ചരിത്രപരമായി സാമ്രാജ്യത്വ പിന്തുണ പിൻവാങ്ങുമ്പോൾ കൊളോണിയൽ അധിനിവേശങ്ങൾ തകരാറുണ്ട്. ഗോവൻ വിമോചനത്തിന് സഹായകരമായ സൂയസ് കനാൽ ദേശസാൽക്കരണം ബ്രിട്ടനെ തകർത്തു, ഹോർമൂസ് അമേരിക്കയെയും. 1956 സൂയസ് കനാൽ ദേശസാൽക്കരണം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് എങ്ങനെയാണോ അന്ത്യം കുറിച്ചത്, സമാനമായ ഒരു തകർച്ചയിലേക്ക് അമേരിക്കൻ ആധിപത്യവും നീങ്ങുകയാണോ? ഹോർമസ് കടലിടുക്കിനെ കേന്ദ്രീകരിച്ച് ഇറാനുമായി രൂപപ്പെടുന്ന നിലവിലെ സംഘർഷങ്ങൾ അമേരിക്കയുടെ സാമ്രാജ്യത്വ പിൻവാങ്ങലിനും ഡോളറിന്റെ ആഗോള പ്രതാപം ഇടിയുന്നതിനുമുള്ള സാധ്യതയാണ് തുറന്നുകാട്ടുന്നത്. ചരിത്രപരമായി നോക്കിയാൽ സാമ്രാജ്യങ്ങൾ തകരുന്നതിന് ചില പ്രധാന കാരണങ്ങളുണ്ട്. ആ സാമ്രാജ്യത്വ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ദുർബലമാകുമ്പോൾ, മറ്റൊന്ന് അവർ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ജനത സാമ്രാജ്യത്വ ശക്തിയെ മറികടക്കാൻ തക്കവണ്ണം ദീർഘകാലം പ്രതിരോധിച്ച് നിൽക്കുമ്പോൾ. ഇന്ന് അമേരിക്ക നേരിടുന്നതും സമാനമായ ഒരു വെല്ലുവിളിയാണ്. അല്പം പിറകിലേക്ക് നടന്നാൽ 1956 ഈജിപ്ത് സൂയസ് കനാൽ ദേശസാൽക്കരിച്ചപ്പോൾ ബ്രിട്ടൻ നേരിട്ടതും ഇതേ സാഹചര്യമായിരുന്നെന്ന് ചരിത്രം വ്യക്തമാക്കും. ആ പ്രതിസന്ധി ബ്രിട്ടന്റെ സാമ്പത്തിക സൈനിക ദുർബലതയെ ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടി. സൂയസ് കനാൽ ദേശസാൽക്കരിക്കുക എന്ന ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഗമാൽ അബ്ദുൽ നാസറിന്റെ തീരുമാനം കേവലം ഒരു സാമ്പത്തിക നീക്കം മാത്രമായിരുന്നില്ല. ഈജിപ്തിന്റെ പരമാധികാരം ലോകത്തിന് മുന്നിൽ ഉറക്കെ പ്രഖ്യാപിക്കൽ കൂടിയായിരുന്നു. പശ്ചിമേഷ്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തിയുടെ ആണിക്കല്ലിനെയാണ് ഈ നടപടിയിലൂടെ അദ്ദേഹം വെല്ലുവിളിച്ചത്. ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം സൂയസ് കനാൽ വെറുമൊരു വാണിജ്യ പാതയായിരുന്നില്ല. ബ്രിട്ടനെ അതിന്റെ ശേഷിക്കുന്ന കോളനികളുമായി ബന്ധിപ്പിച്ചിരുന്ന പ്രധാന കണ്ണിയും അവരുടെ ആഗോള പ്രതാപത്തിന്റെ പ്രതീകം കൂടിയായിരുന്നു. ഇതിന്മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ അന്ത്യത്തിന് തുല്യമായാണ് അവർ കണക്കാക്കിയത്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ആഘാതത്തിൽ സാമ്പത്തികമായും സൈനികമായും ദുർബലമായിരുന്നിട്ടും തങ്ങളുടെ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കാൻ ബ്രിട്ടൻ തീരുമാനിച്ചു. ഫ്രാൻസിനും ഇസ്രയേലിനും ഒപ്പം ചേർന്ന് അവർ ഈജിപ്തിനെതിരെ ഒരു ത്രികക്ഷി ആക്രമണം അഴിച്ചുവിട്ടു. കനാൽ തിരിച്ചുപിടിക്കുക, ഈജിപ്ത് പ്രസിഡന്റ് നാസറിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക, മേഖലയിൽ സാമ്രാജ്യത്വ നിയന്ത്രണം പുനഃസ്ഥാപിക്കുക, ഇതായിരുന്നു ലക്ഷ്യം. സൈനികമായി ഇവർക്ക് പ്രാരംഭ വിജയങ്ങൾ ലഭിച്ചു. ആംഗ്ലോ ഫ്രഞ്ച് സൈന്യം അതിവേഗം മുന്നേറുകയും ഇസ്രയേൽ സൈന്യം സിനായ് പ്രദേശം പിടിച്ചെടുക്കുകയും ചെയ്തു. യുദ്ധക്കളത്തിലെ ഈ വിജയങ്ങൾ പക്ഷേ ഒരു രാഷ്ട്രീയ വിജയമായി പരിണമിച്ചില്ല. ഇതിനു പിന്നിൽ പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഈജിപ്ഷ്യൻ പ്രതിരോധം. ഈജിപ്ഷ്യൻ സൈന്യത്തിന്റെയും അവിടുത്തെ സാധാരണ ജനങ്ങളുടെയും വിട്ടുവീഴ്ചയില്ലാത്ത ജനകീയ പ്രതിരോധം ലോകം കണ്ടു. മറ്റൊന്ന്, ആഗോള ശക്തിയായ സോവിയറ്റ് യൂണിയന്റെ ഇടപെടലായിരുന്നു. 1956 സൂയസ് പ്രതിസന്ധിയിൽ സോവിയറ്റ് യൂണിയൻ ഈജിപ്തിനും പ്രസിഡന്റ് ഗമാൽ അബ്ദുൽ നാസറിനും നൽകിയ പിന്തുണ ചരിത്രപരമായി വളരെ നിർണായകമായിരുന്നു. ശീതയുദ്ധകാലത്ത് മിഡിൽ ഈസ്റ്റിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനും പാശ്ചാത്യ ശക്തികളെ പ്രതിരോധിക്കാനുമുള്ള ഒരു അവസരമായിട്ടാണ് സോവിയറ്റ് യൂണിയൻ ഇതിനെ കണ്ടത്. ഈജിപ്തിനെ ആക്രമിച്ച ബ്രിട്ടൻ, ഫ്രാൻസ്, ഇസ്രയേൽ എന്നീ രാജ്യങ്ങൾക്ക് സോവിയറ്റ് നേതാവ് നികിത ക്രൂഷ്ചേവ് ശക്തമായ മുന്നറിയിപ്പ് നൽകി. ലണ്ടനിലേക്കും പാരീസിലേക്കും മിസൈൽ ആക്രമണം നടത്തുമെന്നും ഈജിപ്തിനെ സഹായിക്കാൻ സൈന്യത്തെ അയക്കുമെന്നുമുള്ള ആ ഭീഷണി പാശ്ചാത്യ ശക്തികളെ പിൻവാങ്ങാൻ പ്രേരിപ്പിച്ചു. പ്രതിസന്ധിക്ക് മുൻപ് തന്നെ ചെക്കോസ്ലാവാക്യ വഴി സോവിയറ്റ് യൂണിയൻ ഈജിപ്തിന് അത്യാധുനിക ജെറ്റ് വിമാനങ്ങളും ടാങ്കുകളും നൽകിയിരുന്നു. ഈ ആയുധ കരാർ ഇസ്രയേലിന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുകയും പാശ്ചാത്യ ശക്തികളെ വെല്ലുവിളിക്കാനുള്ള ആത്മവിശ്വാസം അവർക്ക് ലഭിക്കുകയും ചെയ്തു. അസ്വാൻ ഡാം നിർമ്മാണത്തിന് അമേരിക്കയും ബ്രിട്ടനും സാമ്പത്തിക സഹായം നിഷേധിച്ചപ്പോഴാണ് ഈജിപ്ത് കനാൽ ദേശസാൽക്കരിച്ചത്. ഈ ഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ ഡാം നിർമ്മാണത്തിന് ആവശ്യമായ പണവും സാങ്കേതിക സഹായവും വാഗ്ദാനം ചെയ്തത് ഈജിപ്തിന് വലിയ കരുത്തായി.
ഐക്യരാഷ്ട്രസഭയിൽ ഈജിപ്തിനെതിരെ നടന്ന നീക്കങ്ങളെ സോവിയറ്റ് യൂണിയൻ ശക്തമായി എതിർത്തു. പാശ്ചാത്യ അധിനിവേശത്തെ സമാധാനത്തിന് ഭീഷണിയായ ക്രിമിനൽ നടപടി എന്ന് വിശേഷിപ്പിച്ച സോവിയറ്റ് നിലപാട് ഈജിപ്തിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ അംഗീകാരം നേടിക്കൊടുത്തു. എന്നാൽ സൂയസ് കനാലിന്റെ ദേശസാൽക്കരണം 1960-ൽ ഇന്ത്യ നടത്തിയ ഗോവ വിമോചന ശ്രമങ്ങൾക്ക് വലിയ സഹായകരമായി തീരുകയും ചെയ്തു. അതിന്റെ ചരിത്രം വഴിയെ പറയാം. ഈ രീതിയിൽ സോവിയറ്റ് യൂണിയൻ ഈജിപ്തിന് പിന്തുണ നൽകിയപ്പോൾ സൂയസ് പ്രതിസന്ധിയെ തങ്ങളുടെ ആഗോളാധിപത്യം ഉറപ്പിക്കാനുള്ള സുവർണ അവസരമായാണ് അമേരിക്ക കണ്ടത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം തളർന്നുപോയ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും കൊളോണിയൽ ഗർവ് അവസാനിപ്പിക്കാനും പശ്ചിമേഷ്യയിലെ പുതിയ രക്ഷകരായി മാറാനും അമേരിക്ക ഈ സാഹചര്യം ഉപയോഗിച്ചു. ബ്രിട്ടനെ മുട്ടുകുത്തിക്കാൻ അമേരിക്ക പ്രയോഗിച്ച ഏറ്റവും മാരകമായ ആയുധം സാമ്പത്തികമായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധം ബ്രിട്ടനെ കടക്കണിയിലാക്കി പൗണ്ടിനെ ദുർബലപ്പെടുത്തിയപ്പോൾ സൂയസ് പ്രതിസന്ധിയിലൂടെ അമേരിക്ക ആ ബലഹീനത മുതലെടുത്ത് ഡോളറിനെ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ചു. ബ്രിട്ടീഷ് കറൻസിയായ പൗണ്ട് വൻതോതിൽ വിറ്റഴിക്കുമെന്ന് അമേരിക്ക ഭീഷണിപ്പെടുത്തി. ഇതുവഴി പൗണ്ടിന്റെ മൂല്യമിടിയുകയും ബ്രിട്ടന്റെ സമ്പദ് വ്യവസ്ഥ തകരുകയും ചെയ്തു. അന്ന് ബ്രിട്ടന് അത്യാവശ്യമായിരുന്ന IMF വായ്പ അമേരിക്ക തടഞ്ഞുവെച്ചു. പശ്ചിമേഷ്യയിൽ നിന്ന് ബ്രിട്ടീഷ് സ്വാധീനം നീക്കി പകരം അമേരിക്കൻ ആധിപത്യം ഉറപ്പിക്കാനുള്ള അവസരമായാണ് US ഇതിനെ കണ്ടത്. ലോക വ്യാപാരത്തിന്റെ പകുതിയോളം അന്ന് നടന്നിരുന്നത് ബ്രിട്ടന്റെ കറൻസിയായിരുന്ന സ്റ്റെർലിംഗിലായിരുന്നു. എന്നാൽ സൂയസ് പ്രതിസന്ധിക്ക് പിന്നാലെ പൗണ്ട് ഒരു സുരക്ഷിതമായ കറൻസി അല്ലെന്ന ബോധ്യം ലോകരാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ USനായി. ഇതോടെ രാജ്യങ്ങൾ തങ്ങളുടെ കരുതൽ ശേഖരമായി പൗണ്ടിന് പകരം അമേരിക്കൻ ഡോളറിനെ സ്വീകരിക്കാൻ തുടങ്ങി. ഇത് ആഗോള സാമ്പത്തിക രംഗത്തെ ബ്രിട്ടീഷ് യുഗത്തിന് അന്ത്യം കുറിച്ചു. 70 വർഷങ്ങൾക്കിപ്പുറം ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിഷയങ്ങളിൽ അമേരിക്ക നേരിടുന്നത് സമാനമായൊരു സാഹചര്യമാണ്. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള വ്യാപാരത്തിൽ യുവാൻ സ്വാധീനം ചെലുത്തുന്നതും പ്രാദേശിക കറൻസികൾ ശക്തിപ്പെടുന്നതും ഇതിന്റെ പ്രധാന സൂചനകളാണ്. ലോകത്തെ ക്രൂഡ് ഓയിൽ വ്യാപാരത്തിന്റെ ഏകദേശം 20 മുതൽ 30% വരെ നടക്കുന്നത് ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. പണ്ട് ഈ വ്യാപാരങ്ങളെല്ലാം ഡോളറിലായിരുന്നു നടന്നിരുന്നത്. എന്നാൽ ഇന്ന് ചിത്രം മാറുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരായ ചൈന ഗൾഫ് രാജ്യങ്ങളുമായും ഇറാനുമായുമുള്ള വ്യാപാരം സ്വന്തം കറൻസിയായ യുവാനിൽ നടത്താൻ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അമേരിക്കൻ ഉപരോധം നേരിടുന്ന ഇറാനാകട്ടെ നേരത്തെ തന്നെ ഡോളർ ഉപേക്ഷിച്ച് യുവാനിലും മറ്റ് പ്രാദേശിക കറൻസികളിലും വ്യാപാരം തുടങ്ങിക്കഴിഞ്ഞു. ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന എണ്ണയ്ക്ക് പകരമായി യുവാൻ സ്വീകരിക്കുന്നതിനെ കുറിച്ച് സൗദി ഗൗരവമായി ആലോചിക്കുന്നതും ഡോളറിന് വലിയ തിരിച്ചടിയാണ്. മാത്രമല്ല അമേരിക്കയുടെ വർദ്ധിച്ചു വരുന്ന ആഭ്യന്തര കടവും സാമ്പത്തിക അസ്ഥിരതയും ഡോളറിലുള്ള ആഗോള വിശ്വാസം കുറച്ചിട്ടുണ്ട്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, ഇപ്പോൾ ഇറാനും സൗദിയും ഉൾപ്പെടെയുള്ള പുതിയ അംഗങ്ങളും ചേർന്നുള്ള സഖ്യം സ്വന്തം കറൻസികളിൽ വ്യാപാരം നടത്താൻ തീരുമാനിച്ചത് ഡോളറിന് വലിയ ഭീഷണിയാണ്. ഇന്ത്യ ഇപ്പോൾ UAEയുമായി രൂപയിലും ദിർഹത്തിലും വ്യാപാരം നടത്തുന്നുണ്ട്. റഷ്യയുമായി രൂപ റൂബിൾ ഇടപാടുകൾ നടത്തുന്നുമുണ്ട്. ഇതും ഡോളറിലുള്ള ആശ്രയത്വം കുറയ്ക്കാനുള്ള നടപടികളാണ്. ഡോളറിലേക്ക് മാറ്റുമ്പോഴുണ്ടാകുന്ന അധിക ചെലവ് ഒഴിവാക്കാൻ പ്രാദേശിക കറൻസി വ്യാപാരം സഹായിക്കുമെന്നതും രാജ്യങ്ങളെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് അടുപ്പിക്കും. സ്വന്തം കറൻസിയിൽ വ്യാപാരം നടത്തുന്നതിലൂടെ അമേരിക്കയുടെ സാമ്പത്തിക നയങ്ങൾ, ഉദാഹരണത്തിന് പലിശ നിരക്ക് വർധന പോലുള്ളവ മറ്റു രാജ്യങ്ങളെ ബാധിക്കുന്നത് കുറയും. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള എണ്ണക്കപ്പലുകൾ യുവാനിലും രൂപയിലും ഇടപാടുകൾ നടത്തി തുടങ്ങുന്നത് പതിറ്റാണ്ടുകളായുള്ള അമേരിക്കൻ സാമ്പത്തിക സാമ്രാജ്യത്വത്തിന്റെ അന്ത്യത്തിനുള്ള തുടക്കം കുറിക്കലായി മാറും. സൂയസ് കനാൽ ദേശസാൽക്കരണ സമയത്ത് ഗമാൽ അബ്ദുൽ നാസർ ബ്രിട്ടനെ വെല്ലുവിളിച്ചതുപോലെ ഇന്ന് ഇറാൻ അമേരിക്കൻ ഇസ്രയേൽ അച്ചുതണ്ടിനെ സധൈര്യം വെല്ലുവിളിക്കുന്നുണ്ട്. മാത്രമല്ല 1956-ലെ ഈജിപ്തിൽ നിന്ന് വ്യത്യസ്തമായി അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും സ്വന്തമായുള്ള ഇറാൻ അമേരിക്കയ്ക്ക് വലിയൊരു ഭീഷണിയാണെന്നതിലും സംശയമില്ല. യുദ്ധക്കളത്തിൽ ഇറാന് പൂർണ്ണ വിജയം ആവശ്യമില്ല. കാരണം തകർക്കപ്പെടാതെ അതിജീവിക്കുക എന്നത് തന്നെ അവർക്ക് തന്ത്രപരമായ വിജയമാണ്. അമേരിക്കൻ സയനിസ്റ്റ് അച്ചുതണ്ടിന് ഇറാന്റെ ഭരണകൂടത്തെ മാറ്റാനോ അവരെ പൂർണ്ണമായി കീഴ്പ്പെടുത്താനോ കഴിയുന്നില്ലെങ്കിൽ ഇത് അമേരിക്കൻ അധികാരത്തിന്റെ പരിമിതിയായി ലോകം വിലയിരുത്തും. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് പകരം അമേരിക്ക വന്നതുപോലെ അമേരിക്കയ്ക്ക് പകരം നിൽക്കാൻ ഇന്ന് മറ്റൊരു ഏകശക്തിയില്ല. പകരം ചൈനയും റഷ്യയും ഉൾപ്പെടുന്ന ഒരു ബഹുധ്രുവ ലോകക്രമമാണ് രൂപപ്പെടുന്നത്. അമേരിക്കയുടെ പിൻവാങ്ങൽ പശ്ചിമേഷ്യയിലെ അധികാര സന്തുലിതാവസ്ഥയെ മാറ്റിമറിക്കും. അമേരിക്കൻ പിന്തുണ ദുർബലമാകുന്നതോടെ ഇസ്രയേലിന്റെ സൈനിക മേധാവിത്വവും ചോദ്യം ചെയ്യപ്പെടും.
ചരിത്രപരമായി സാമ്രാജ്യത്വ പിന്തുണ പിൻവാങ്ങുമ്പോൾ കൊളോണിയൽ അധിനിവേശങ്ങൾ തകരാറുണ്ട്. അമേരിക്കൻ ആധിപത്യം ക്ഷയിക്കുന്നതോടെ ഫലസ്തീൻ പോരാട്ടം കൂടുതൽ ശക്തമാവുകയും സയണിസ്റ്റ് സംവിധാനങ്ങൾ ക്രമേണ തകരുകയും ചെയ്യും. ആധുനിക ലോക ചരിത്രത്തിലെയും ഇന്ത്യൻ വിദേശനയ രൂപീകരണത്തിലെയും അതിനിർണായകമായ 2 നാഴികക്കല്ലുകളാണ് 1956 സൂയസ് കനാൽ ദേശസാൽക്കരണവും 1961 ഗോവ വിമോചനവും. ഒറ്റ നോട്ടത്തിൽ വ്യത്യസ്തമെന്ന് തോന്നാമെങ്കിലും ഈ 2 പോരാട്ടങ്ങളും തമ്മിൽ ആഴത്തിലുള്ള ഒരു രാഷ്ട്രീയ നയതന്ത്ര ബന്ധമുണ്ട്. ഒരു രാജ്യത്തിന്റെ നിലപാട് മറ്റൊരു രാജ്യത്തിന്റെ വിധി നിർണയിച്ച അപൂർവത. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും ഗോവ, ദാമൻ ദ്വീപ് പ്രദേശങ്ങൾ പോർച്ചുഗീസ് ഭരണത്തിന് കീഴിലായിരുന്നു. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതോടെ 1961 ഡിസംബർ 17 ഇന്ത്യ ഓപ്പറേഷൻ വിജയ് എന്ന സൈനിക നീക്കം ആരംഭിച്ചു. കേവലം 36 മണിക്കൂർ കൊണ്ട് പോർച്ചുഗീസ് സൈന്യം കീഴടങ്ങുകയും ഗോവ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാവുകയും ചെയ്തു. സൂയസ് പ്രതിസന്ധിയിൽ ഈജിപ്ത് നേടിയ വിജയം ഇന്ത്യക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതായിരുന്നില്ല. ബ്രിട്ടനും ഫ്രാൻസും പരാജയപ്പെട്ടതോടെ യൂറോപ്യൻ ശക്തികൾ അജയ്യരല്ലെന്ന് ഇന്ത്യക്ക് ബോധ്യമായി. സൂയസ് വിഷയത്തിൽ എന്ന പോലെ ഗോവയുടെ കാര്യത്തിലും സോവിയറ്റ് യൂണിയൻ ഇന്ത്യയെ പിന്തുണച്ചു, വീറ്റോ അധികാരം ഉപയോഗിച്ച്. സമാധാന ചർച്ചകൾ ഫലിക്കാത്തപ്പോൾ സ്വന്തം മണ്ണ് വീണ്ടെടുക്കാൻ സൈനിക ശക്തി ഉപയോഗിക്കുന്നത് തെറ്റല്ലെന്ന ബോധ്യം സൂയസ് സംഭവം ഇന്ത്യക്ക് നൽകി. ഗോവ വിമോചനത്തിൽ ഈജിപ്ത് നൽകിയ രഹസ്യ സഹായം ചരിത്രത്തിലെ നിർണായകമായ അധ്യായമാണ്. ഇന്ത്യൻ സൈന്യം നടപടി തുടങ്ങിയപ്പോൾ യൂറോപ്പിൽ നിന്ന് കൂടുതൽ സൈന്യത്തെ എത്തിക്കാൻ പോർച്ചുഗൽ ശ്രമിച്ചു. ഇതിനായി അവർക്ക് സൂയസ് കനാൽ കടക്കണമായിരുന്നു. നെഹ്റുവുമായുള്ള ആത്മബന്ധം കാരണം പോർച്ചുഗീസ് യുദ്ധക്കപ്പലുകളെ കനാലിലൂടെ കടന്നുപോകാൻ ഈജിപ്ത് അനുവദിച്ചില്ല. ഇന്ത്യയുടെ ശത്രുക്കൾ എന്റെയും ശത്രുക്കളാണ് എന്നതായിരുന്നു ഈജിപ്ത് പ്രസിഡന്റിന്റെ നയം. പോർച്ചുഗീസ് കപ്പലുകൾക്ക് കനാലിൽ പ്രവേശനം നിഷേധിച്ചുകൊണ്ട് ഈജിപ്ത് പറഞ്ഞ സാങ്കേതിക കാരണം യുദ്ധസാമഗ്രികൾ കൊണ്ടുപോകുന്ന കപ്പലുകൾക്ക് കനാലിലൂടെ കടന്നുപോകാൻ അനുവാദമില്ല എന്നായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അത് ഇന്ത്യയോടുള്ള ഐക്യദാർഢ്യമായിരുന്നു. പോർച്ചുഗീസ് കപ്പലുകൾക്ക് ആഫ്രിക്കൻ ഭൂഖണ്ഡം ചുറ്റി വരേണ്ട അവസ്ഥ വന്നു. ആഴ്ചകൾ നീളുന്ന ഈ യാത്ര പോർച്ചുഗലിന്റെ പ്ലാനുകൾ തകർത്തു. സഹായം ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെ ഗോവയിലെ പോർച്ചുഗീസ് സൈന്യം വേഗത്തിൽ കീഴടങ്ങി. സൂയസ് കനാൽ വിഷയത്തിൽ ഇന്ത്യ നൽകിയ പിന്തുണയ്ക്ക് നാസർ നൽകിയ നന്ദിയായിരുന്നു ഗോവ വിമോചന വേളയിലെ ആ സഹായം. ഈ 2 സംഭവങ്ങളും ലോകത്തിലെ കോളനി വാഴ്ചയുടെ അന്ത്യം കുറിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു. പോർച്ചുഗീസ് സൈന്യത്തിന് ഇന്ത്യയിലേക്കുള്ള എളുപ്പവഴി ഈജിപ്ത് അടച്ചില്ലായിരുന്നെങ്കിൽ ഗോവ വിമോചനം ഒരുപക്ഷെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ യുദ്ധമായി മാറുമായിരുന്നു. നെഹ്റുവും നാസറും തമ്മിലുള്ള ആഴത്തിലുള്ള സൗഹൃദം കേവലം 2 വ്യക്തികൾ തമ്മിലുള്ള ബന്ധമായിരുന്നില്ല, മറിച്ച് അത് ലോക രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റിയ ഒരു കരുത്തുറ്റ സഖ്യമായിരുന്നു. സൂയസ് കനാൽ ഈജിപ്ത് ദേശസാൽക്കരിച്ചപ്പോൾ ബ്രിട്ടനും ഫ്രാൻസും ഈജിപ്തിനെ ആക്രമിച്ചു. അന്ന് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഈജിപ്തിനായി ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തിയത് നെഹ്റുവായിരുന്നു. ബ്രിട്ടന്റെ ഈ നീക്കത്തെ നഗ്നമായ അധിനിവേശം എന്നാണ് നെഹ്റു വിശേഷിപ്പിച്ചത്. കോമൺവെൽത്ത് രാജ്യങ്ങളിൽ അംഗമായിരുന്നിട്ടും ബ്രിട്ടനെതിരെ നിലപാടെടുക്കാൻ നെഹ്റു മടിച്ചില്ല. ഈ സഹായം ഈജിപ്തിനെ വളരെയധികം സ്വാധീനിച്ചു. അതുകൊണ്ടാണ് 1961 ഗോവയുടെ കാര്യത്തിൽ ഇന്ത്യക്ക് ആവശ്യമായി വന്നപ്പോൾ നാസർ ഒട്ടും മടിക്കാതെ കൂടെ നിന്നത്. നെഹ്റുവിനെ തന്റെ ഒരു ജ്യേഷ്ഠതുല്യനായാണ് അദ്ദേഹം കണ്ടിരുന്നത്. പല അന്താരാഷ്ട്ര പ്രതിസന്ധികളിലും അദ്ദേഹം നെഹ്റുവിന്റെ ഉപദേശം തേടിയിരുന്നു. നെഹ്റു കെയ്റോ സന്ദർശിക്കുമ്പോഴൊക്കെ വലിയ ജനക്കൂട്ടമായിരുന്നു അദ്ദേഹത്തെ വരവേറ്റിരുന്നത്. അറബ് ലോകത്ത് ഇന്ത്യയുടെ പ്രതിച്ഛായ ഇത്രയധികം വർദ്ധിക്കാൻ കാരണവും ഈ സൗഹൃദമായിരുന്നു. പറഞ്ഞു വന്നത്, സൂയസ് ദേശസാൽക്കരണം ഒരു സാമ്രാജ്യത്തിന്റെ അന്ത്യം കുറിച്ചുവെങ്കിൽ ഹോർമൂസ് അടയാളപ്പെടുത്തുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വ ആധിപത്യത്തിന്റെ ക്രമേണയുള്ള അസ്തമയത്തെയാണ്. സൈനിക ശക്തിയെ രാഷ്ട്രീയ വിജയമാക്കി മാറ്റാൻ കഴിയാത്ത സാഹചര്യത്തിൽ ചരിത്രം നൽകുന്ന സൂചനകൾ അമേരിക്കയ്ക്ക് ശുഭകരമല്ല.